മാത്രമല്ല നിയമസഭാ ഇലക്ഷന് വൻ വിജയം പ്രതീക്ഷിച്ചു മുന്നേറുന്ന BJP, വൻ വിജയം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 10 സീറ്റെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന BJPക്ക് ഈ വോട്ട് ഷെയർ കുറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. NDTVയുടെയും മൂഡ് ഓഫ് ദ നേഷന്റെയും സർവേകൾ പുറത്തു വന്ന ഈ സമയം, BJPയുടെ വളർച്ച കേരളത്തിൽ പ്രവചിക്കുന്ന ഈ സമയം, തൊട്ടുമുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ ഇത്രയും 5% കുറഞ്ഞതിന്റെ കാരണവും നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് മറ്റാരിലുമല്ല, രാജീവ് ചന്ദ്രശേഖറിലാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ബിസിനസ്മാൻ എന്ന കരിയറിലേക്കാണ്, അല്ലെങ്കിൽ ആ തന്ത്രത്തിലേക്കാണ് ഈ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. കാരണം വിജയിക്കാൻ സാധ്യതയുള്ളിടത്ത് ആളും അർത്ഥവും ഇറക്കി മത്സരിക്കുക, ബാക്കിയുള്ളിടത്ത് വെറുതെ വിടുക, എല്ലായിടത്തും മത്സരിക്കണമെന്ന് തന്നെയില്ല എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ചിന്താഗതിയാണ് ഈ വോട്ട് ഷെയർ കുറഞ്ഞതിന് കാരണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു.